പ്രിയ കോൺഗ്രസ് കുടുംബാംഗങ്ങൾ, വളരെ മുതിർന്ന ആളുകളാണ്. എൻ്റെ മാതാപിതാക്കളുടെ പ്രായമുള്ള ആളുകളോട് ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുക, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാം വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് പക്ഷേ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു തലമുറയിലെ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് മറ്റേതൊരു സമയത്തേക്കാളും വളരെ ഗൗരവകരമായ ചില പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തൊട്ടു മുമ്പ് ശ്രീ സി വി തോമസ് സംസാരിച്ചതും അതിനെക്കുറിച്ചാണ്. കാരണം ഈ നരേന്ദ്രമോദി ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും അദ്ദേഹം ഗുജറാത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഹരിസാർക്കയോട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട്, നിങ്ങൾ ഈ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി സമരസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലാതെ ഒരു ഒത്തുതീർപ്പിൽ അംഗങ്ങളെയും പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് പദ്ധതി വിഹിതം കൂടുതൽ എന്ന് നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രി വാഗ്ദാനം നൽകുമായിരുന്നു. അപ്പൊ ഇത് അദ്ദേഹം അതുപോലെ തന്നെ ഗുജറാത്ത് നിയമസഭയിൽ പോകുന്നു. അവിടെ പ്രതിപക്ഷ MLA-മാര് ഉന്നയിക്കുന്ന കോൺഗ്രസ് MLA-മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതൊന്നും തന്റെ ഉത്തരവാദിത്വമായി അദ്ദേഹം കണ്ടിരുന്നില്ല. ഏതാണ്ട് ഇത് തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴും നമ്മൾ കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ചെന്നിരിക്കുക, ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുക, ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യമില്ലായ്മയാണ് ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ താല്പര്യമില്ലായ്മ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമില്ലായ്മയല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു 200 വർഷക്കാലം ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങനെ ചവച്ചു തുപ്പിയ ഒരു രാജ്യമാണ്. നമ്മളെ അവർ കണ്ടത് അടിമകളായിട്ടാണ്.